ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ന് മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്യണം. അപ്പോൾ സാധാരണ കീഴ്വഴക്കമനുസരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കാലം സഭയിൽ അംഗമായിരുന്ന വ്യക്തിയാണ് പ്രോട്ടം സ്പീക്കറായിട്ട് നിശ്ചയിക്കാറ്. അങ്ങനെ നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷിനെയായിരുന്നു പ്രോട്ടം സ്പീക്കറായിട്ട് നിശ്ചയിക്കേണ്ടത്. അതിന് വിരുദ്ധമായി കൊണ്ടുള്ള തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത്. അതിലുള്ള പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് പ്രോട്ടം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാനൽ ഓഫ് ചെയർമാൻമാരുടെ ലിസ്റ്റിൽ നിന്നും വിട്ടുനിൽക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് അടക്കം പാനലിലുണ്ട്. പാനലിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അത് ശരിയായ തീരുമാനമാണ്.